കാൽപന്ത് കളിയിലെ പെൺകരുത്തറിയിക്കാൻ പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയിലെ 25 പെൺകുട്ടികൾ. കാണാം നമുക്കവരുടെ വിശേഷങ്ങൾ. പുതുതലമുറയ്ക്ക് ഫുട്ബോൾ പരിശീലനം നൽകി കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 2018 കാൽപന്ത് കളിയെ സ്നേഹിക്കുന്നവരും സംസ്ഥാന ദേശീയ താരങ്ങളുമടങ്ങിയ കുറച്ചുപേർ ചേർന്ന് പയ്യന്നൂരിൽ ഫുട്ബോൾ അക്കാദമി രൂപീകരിച്ചത്. ആൺകുട്ടികളും പെൺകുട്ടികളുമടക്കം 150-ൽ കൂടുതൽ കുട്ടികളാണ് ഫുട്ബോൾ പരിശീലനത്തിനായി പയ്യന്നൂർ ബോയ്സ് സ്കൂൾ സ്റ്റേഡിയത്തിലെത്തുന്നത്. പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിക്ക് സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ യാതൊരു ആനുകൂല്യങ്ങളോ സഹായങ്ങളോ ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്നാണ് അക്കാദമി രക്ഷാധികാരി രവീന്ദ്രൻ പറയുന്നത്. ഒരു സഹായം സർക്കാർ തലത്തിലോ അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ നിന്നോ നമുക്കില്ല. പൊതുജനങ്ങളുടെ സംഭാവനകളും കൊണ്ടും മറ്റുമുള്ളതാണ് നമ്മളിതിങ്ങനെ ഒപ്പിച്ചുകൊണ്ട് വന്നത്. വേറെ സംഭാവനകളൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നമ്മളെ ഈ സായിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഒരു റിട്ടയർഡായവർ നൽകിയ 15 ബോൾ അങ്ങനെ ബോളുകളൊക്കെ അങ്ങനെയൊക്കെ കിട്ടിക്കൊണ്ടാണ് നമ്മളിത് ഉയർത്തിക്കൊണ്ടുവരുന്നത്. മുൻ കായിക വകുപ്പ് മന്ത്രി പി ജയരാജൻ ഇവിടെ വന്നിട്ട് ഈ പയ്യൂർ അക്കാദമി കണ്ടവാട് തന്നെ അയാളുടെ പ്രവർത്തനം കണ്ടവാട് കുട്ടികളുടെ പ്രവർത്തനം കണ്ടവാട് നമുക്ക് ഗ്രാൻഡ് 15 ലക്ഷം ഉറുപ്പിക അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പല കടമ്പകളും കാത്തിട്ട് അത് ഇപ്പം കടലാസിട്ടത്ര ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് ഇവിടെ നിന്നാണ് അയാൾ പ്രഖ്യാപിച്ചത് ഈ നമ്മുടെ കേരളത്തിൽ ഒരു വനിതാ കോച്ചിങ് സെൻറ്റർ തുടങ്ങുന്നു. അങ്ങനെ അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ഇപ്പോൾ പുതുതായിട്ട് 1-2 സ്ഥലങ്ങളിൽ ഇതേമാതിരി വനിതാ കോച്ചിങ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. പുറത്തല്ല, പത്തനംതിട്ടയിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ ബേസിലാണ്. ഇപ്പോൾ പത്തനംതിട്ട ജില്ല പുതിയ സ്പോർട്സ് സ്കൂളിലേക്ക് നമ്മളെ പയ്യന്നൂർ അക്കാദമിയിലെ ശ്രേയ എന്ന ഒരു കുട്ടിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ആൺകുട്ടികളായും പെൺകുട്ടികളായാലും എല്ലാം തന്നെ ഈ സ്പോർട്സ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അവർക്കെല്ലാം. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സമയം കണ്ടെത്തി പരിശീലനം നൽകാൻ 5 പരിശീലകരുമുണ്ട്. ഈസ്റ്റ് ബംഗാൾ താരം എം സുരേഷും ആർമി കോച്ച് ഗണേശനും പരിശീലനം നൽകാൻ എത്താറുണ്ട്. കണ്ണൂർ ജില്ലയടക്കം 5 ജില്ലകളെ പ്രതിനിധീകരിച്ചും സംസ്ഥാന ദേശീയ ടീമുകളിലും പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയിലെ പെൺകുട്ടികൾ തങ്ങളുടെ മികവ് തെളിയിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ഈ ഫുട്ബോൾ അക്കാദമി മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി എടുത്തു പറയേണ്ടത് ഇവിടെ കളിക്കാൻ വരുന്ന കുട്ടികളുടെ രക്ഷിതാക്കളെയാണ്. കാരണം രക്ഷിതാക്കൾ ഈ കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടി കൃത്യമായ സമയത്ത് തന്നെ ഗ്രൗണ്ടിലെത്തുകയും അതുപോലെ തന്നെ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ലൈസൻസോട് കൂടിയ നല്ല കേരളത്തിലെ മികച്ച പരിശീലകർ തന്നെയാണ് ഇവിടെ കുട്ടികൾക്ക് പരിശീലനം നടത്തുന്നത്. അതുപോലെ ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി നല്ലൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ഒരു അക്കാദമി തന്നെയാണ് പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമി. ഇവിടെ എല്ലാ കുട്ടികളും നല്ല നിലവാരം പുലർത്തുന്ന കളിക്കാർ തന്നെയാണ്. ഒരുപാട് താരങ്ങളെ കേരളത്തിന് സംഭാവന ചെയ്യാൻ ഈ അക്കാദമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അക്കാദമിയിലെ പരിശീലനത്തെക്കുറിച്ചും തങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും ഏറെ പറയാനുണ്ട് നാളെയുടെ ഈ താരങ്ങൾക്ക്. ഞാൻ 8ാം ക്ലാസ് തൊട്ടാണ് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് നാട്ടിലെ ഏട്ടന്മാരെല്ലാം ഒന്നിച്ച് ഗ്രൗണ്ടിൽ കളിക്കാൻ തുടങ്ങിയാണ്. പിന്നെ അവിടുന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു PFAൻ്റെ സെലക്ഷൻ ഇറങ്ങിക്കോ. അങ്ങനെ ഇവിടെ ഇറങ്ങി. പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നാൾ ക്യാമ്പെല്ലാം ചെയ്ത് കുറച്ച് മാച്ചിനെല്ലാം പങ്കെടുത്ത് അതിനുശേഷം കാസർഗോഡ് സെലക്ഷൻ ഇറങ്ങി, കാസർഗോഡ് ജില്ലാ ടീമിൻ്റെ. അപ്പോൾ അവിടെ ഫസ്റ്റ് 11ൽ കളിക്കാൻ പറ്റി, സ്റ്റേറ്റ് ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് തെലങ്കാനയിൽ ലീഗ് കളിക്കാൻ പോയി. അതിൽ ഇവിടുത്തെ നല്ല പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ് എനിക്ക് ഒന്നും ബോൾ മുട്ടാനൊന്നും അറിയുന്നുണ്ടായിട്ട. ഇവിടെ വന്നതിന് ശേഷം അത്യാവശ്യം നല്ല ബോൾ കൺട്രോൾ സ്പീഡെല്ലാം ഉണ്ടായി. അതിൽ ഇമ്പ്രൂവ് ആക്കാൻ പറ്റിയ ഞാൻ ഇവിടെ ചേർന്നതിനെ കൊണ്ട് മാത്രമാണ്.
ഞാനായിരുന്നു 1ാം ക്ലാസ് മുതലേ എനിക്ക് ഫുട്ബോളിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രാക്ടീസിനൊന്നും പോയിട്ടുണ്ടായിട്ടില്ല. 5ന്ന് ആദ്യമായിട്ട് PFAയിലേക്ക് സെലക്ഷൻ ഇറങ്ങി, ആദ്യം തന്നെ കിട്ടി. അപ്പം അതിൻ്റെ സന്തോഷം ഉണ്ടായി. പക്ഷേ കുറച്ചാൾ കഴിയുന്നവരും ഗേൾസ് കുറഞ്ഞു വരാൻ തുടങ്ങി. പിന്നെ വെള്ളൂർ സ്കൂളിൽ VFA തുടങ്ങി സാധാരണ. അപ്പം VFAയിൽ പോയി, അവിടെ നല്ല പ്രാക്ടീസ് കിട്ടി. കുറേ നാൾ അതിൽ കഴിഞ്ഞു. പിന്നെ PFA ആദ്യം വന്നപ്പോൾ ഞാൻ ആദ്യം PFAയിലേക്ക് വന്നു. അവിടെ വെള്ളൂർ സ്കൂളിൽ നിന്ന് മറ്റ് ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തു. ചെറിയ മാച്ചിലൊക്കെ ഞാൻ പങ്കെടുത്തു. അതിൽ നല്ല പ്രകടനം എനിക്ക് കാഴ്ചവെക്കാൻ പറ്റി. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കണ്ണൂർ ഞാൻ സെലക്ഷൻ ഇറങ്ങി, അവിടെ കിട്ടി. ഫസ്റ്റ് 11ൽ സെലക്റ്റായി, അതിൽ ഞാൻ കളിച്ചു. പിന്നെ കണ്ണൂർ കേരള ടീമിലേക്ക് ഞാൻ സെലക്റ്റായി. ആദ്യം 30 ആളെയാണ് എടുത്തത്. 30ൽ കുറച്ച് 22ൽ എനിക്ക് വീണ്ടും സെലക്ഷൻ കിട്ടി. ഇപ്പോൾ കണ്ണൂർ ഇറങ്ങി ഞാൻ ഫുൾ മാച്ചിലും പങ്കെടുത്തു. ഇത്രയും കാലം ഞാൻ പ്രാക്ടീസ് ചെയ്തതിന് നല്ല റിസൾട്ട് തന്നെ ഉണ്ടായി. അതിലേക്ക് നല്ലോണം സന്തോഷമുണ്ട്. അതിൽ എന്നെ സഹായിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കാൽപന്ത് കളിയിൽ ദേശീയ സംസ്ഥാന ടീമുകളിൽ പയ്യന്നൂരിൻ്റെ യശസ് ഉയർത്താൻ ഈ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഗണേഷ് പയ്യന്നൂരിനോടൊപ്പം പവിത്രൻ കാങ്കോൽ, 3 ഡോട്ട്സ് മീഡിയ, പയ്യന്നൂർ.